ഹായ്, നമസ്കാരം. നമുക്ക് കുറച്ച് മഷ്റൂം കിട്ടി കേട്ടോ. നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. നമുക്കത് തേങ്ങ വെച്ചിട്ട് കറി വെക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്കതൊന്ന് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്യാൻ അതിൻ്റെ പുറന്തലിയെല്ലാം ഇതുപോലെ കളയണം. എന്നിട്ട് അതിൻ്റെ തണ്ടൊക്കെ നല്ലപോലെ ചിരണ്ടി അത് വൃത്തിയാക്കണം. അപ്പം നമുക്ക് പിഞ്ചാണ് കേട്ടോ. അപ്പോൾ അതിനെ വളർച്ച കിടക്കുന്നതേ ഉള്ളൂ. പക്ഷേ അത് റോഡ് സൈഡിലാണ് നമുക്ക് ഉണ്ടായത്. അപ്പം മൊത്തം വളർച്ചയ്ക്ക് നിർത്തി കഴിഞ്ഞാൽ കിട്ടുകയില്ല. കുറേ നാളുകൾക്ക് ശേഷം കിട്ടിയതല്ലേ. അപ്പോൾ പിന്നെ ഞാനതിന് പൊട്ടിച്ചെടുത്തു. അപ്പോൾ അതിങ്ങനെ കഷ്ണമാക്കിയിട്ട് 3-4 പ്രാവശ്യം വെള്ളത്തിൽ നന്നായിട്ട് കഴുകണം. അതിൻ്റെ മണ്ണൊക്കെ കാണും. അപ്പം കഴുകിയതിന് ശേഷം മഞ്ഞൾപ്പൊടി 3-4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി വെക്കണം. വിഷാംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കൂണ് കറക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. 1-1/2 മണിക്കൂർ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ മോന് കണ്ടില്ലേ, ആദ്യക്കൂട്ടൻ എനിക്ക് തേങ്ങ ക്ലിയറാക്കി തന്നു. കണ്ടില്ലേ, കളർ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അപ്പോൾ സവാള ചെറിയ 3 എണ്ണം എടുത്തു. കറിവേപ്പില നമ്മുടെ വീട്ടിലുള്ളത് തന്നെ. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി 3 ചതച്ചതാണ്. അപ്പോൾ തേങ്ങ കണ്ടു റെഡിയാക്കി എൻ്റെ കുഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിനകത്തോട്ടൊന്നിട്ടു. ഒരൽപ്പം മല്ലിപ്പൊടി, ശകലം മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇതെല്ലാം കൂടെ കൂടാതെ ഒരൽപ്പം ഗരം മസാലപ്പൊടിയും കൂടെ ചേർക്കണം. ഇത് നമുക്ക് മിക്സിയുടെ ജാറിനകത്തോട്ടിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം. അവിയലിനൊക്കെ ചതയ്ക്കുന്ന ആ പരുവല്ല, കുറച്ചുകൂടെ നല്ലതായിട്ട് അരയുകയും ചെയ്യരുത്. അപ്പോൾ അത് നമ്മൾ മഷ്റൂമിനകത്തോട്ട് ആഡ് ചെയ്തു. കുറച്ച് ഉപ്പൂടെ ചേർത്തു. അത് പുരട്ടി അവിടെ വെക്കട്ടെ. പാത്രം അടുപ്പി വെച്ച് ചൂടായി. വെളിച്ചെണ്ണ ഒഴിച്ചു. നമുക്കൊരൽപ്പം കടുകിടാം. കടുകിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഗരം മസാലയില്ലേ, അതായത് പെരുംജീരകം, അതും കൂടെ ആഡ് ചെയ്യും. കാരണം ഈ എണ്ണയ്ക്ക് എന്തെങ്കിലും ഒരു രുചി വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊന്ന് മാറി കിട്ടാനത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. ഞാനതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഒരൽപ്പം പെരുംജീരകം കൂടെ ചേർക്കുന്നു. ഒരൽപ്പം സവാള അരിഞ്ഞത് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ചതച്ച് വെച്ചത് ആഡ് ചെയ്യുന്നു. ഒരൽപ്പം കറിവേപ്പില. ആ സവാള ഞാനത് ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അടി പിടിക്കാതിരിക്കാൻ ആ സവാള ഈ പരുവൊക്കെ ആകുമ്പോഴത്തേന് നമുക്കതായത് പച്ചമണം എല്ലാം ഒന്ന് മാറി മൂത്ത് വന്ന് കഴിയുമ്പോൾ സവാള ബാക്കിയിരിക്കുന്നതും ആ കറിവേപ്പിലയും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഞാനിതിൻ്റെ കൂടെ ശകലം ഉപ്പ് കൂടി ചേർക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സവാള. അപ്പോൾ അത് ശകലം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഇനി അത് കുറച്ച് നേരം അടച്ചു വെക്കാം. അത് ഒരു ശരിക്കും അങ്ങ് ഡ്രൈ ആവണ്ട, അങ്ങ് ബ്രൗൺ കളർ ആവണ്ട. അതിനു മുമ്പ് നമുക്കൊരു പരുവമുണ്ട്. ഈ പരുവം. ഇനി നമുക്ക് ആ പുരട്ടി വെച്ചിരിക്കുന്ന മഷ്റൂം അതിനകത്തോട്ട് ആഡ് ചെയ്യണം. ഇതിനകത്തുനിന്ന് കുറച്ച് വെള്ളം നമുക്ക് ഊറി വരും. ഓക്കെ. അപ്പോൾ അത് ഈ അരപ്പ് എല്ലാം ഒന്ന് പിടിച്ച്, ഈ മഷ്റൂമിലൊന്ന് പിടിച്ച് ആ ഉപ്പും എല്ലാം ഒന്ന് പിടിക്കാനുള്ള ആ സമയം വരെ നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി തത്തിപ്പൊത്തി വെച്ച് നമുക്ക് അതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ആദ്യക്കൂട്ടൻ എൻ്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. ഇതെല്ലാം കണ്ടുപഠിക്കുകയാണ് കേട്ടോ. എനിക്ക് എല്ലാ വർഷവും എനിക്ക് ഇവിടെ നിന്ന് മഷ്റൂം കിട്ടുന്നതാണ്. അപ്പം ഞാൻ 2-3 ദിവസം കൊണ്ട് പോയി നോക്കുന്നുണ്ട് മഷ്റൂം ഉണ്ടോ എന്നുള്ളത്. ചെറിയ സ്മെല്ലൊക്കെ വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി 2 ദിവസത്തിനകം കിട്ടുമെന്ന്. അപ്പം ഞാൻ ഇന്ന് നോക്കിയപ്പോൾ കണ്ടതാണ്. വൈകിട്ട് ഒരുപാട് ലേറ്റായതിന് ശേഷമാണ് കണ്ടത്. അതുകൊണ്ട് കുറച്ച് കിട്ടിയുള്ളൂ. നാളെ നോക്കിയാൽ ബാലൻസ് കിട്ടും. അപ്പോൾ കണ്ടോ, നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മളത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം ഞാൻ ഒരല്പം ചൂടുവെള്ളം ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്.
ചൂടുവെള്ളം കുറച്ച് ചേർത്താൽ മതി. തോരൻ പോലെ വെക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്താൽ മതി കേട്ടോ. ഞാൻ പക്ഷേ ഇവിടെ ഗ്രേവി വേണം, അതുകൊണ്ട് ഞാൻ കുറച്ച് ഇവിടുത്തെ മക്കൾക്ക് 2 പേർക്കും ഗ്രേവി ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചേറെ വെള്ളം ചേർത്തു. തോരൻ വെച്ചാൽ സൂപ്പറാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിന് ഇരുവേവുള്ളതൊന്ന് വേവട്ടെ, നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ ഇനിയൊന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, സൂപ്പറായിട്ട് തിളച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല കുറുകിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. വേണ്ടേ, നല്ല കുറുകിയ ഗ്രേവിയാണ്. ഇനി അല്പം വേവെല്ലാം നല്ല കംപ്ലീറ്റ് ആയി കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സ്റ്റൗവൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് ഇത് അടച്ചു വെച്ച്, അപ്പോൾ ആ കറിവേപ്പിലയുടെ സ്മെല്ലും എല്ലാം കൂടെ ഒന്ന് ആ ഗ്രേവിക്കകത്തൊന്ന് ഓക്കെ ആവട്ടെ. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, എന്നാ സ്മെല്ലാ, നല്ല സൂപ്പർ സ്മെല്ലാണ്. അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ കൂണൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാനാണ് ആദ്യമേ ഒന്ന് നോക്കുന്നത്. കാരണം ഞാനതൊന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കത്തുള്ളൂ. നമുക്കറിയാം ഇത് നല്ലതാണെന്ന്, എങ്കിലും നമ്മുടെ ഒരു മനസ്സമാധാനത്തിന് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ചൂടൊക്കെയാണ് കേട്ടോ. എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സ്മെല്ലൊക്കെ അടിക്കുന്നുണ്ട്. ആഹാ, എന്താ സൂപ്പർ, അടിപൊളി.